നമ്മുടെ വീഡിയോയിൽ ഒരു വെണ്ടയ്ക്കാപ്പുളിയാണ് തയ്യാറായി കാണിക്കുന്നത്. അപ്പോൾ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ 10-15 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലെ പുളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുവാണ്. 2 തക്കാളിക്ക് ഞാനെടുത്ത് നല്ലതുപോലെ കഴുകി കട്ട് ചെയ്ത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്ന സമയത്ത് കുറച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം 2 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ ഒരു വഴുവഴുപ്പ് മാറുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അതില്ലാത്തത് കൊണ്ടാണ് സവാള ചേർക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ചെറു തീയിലിട്ടൊന്ന് വഴട്ടിയെടുക്കണം. അപ്പോൾ ഇത് കരിയാതെ വേണം നമുക്ക് വഴട്ടിയെടുക്കാൻ. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ഒന്ന് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പുളിവെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ചൂടായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഏകദേശം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ വെള്ളം വറ്റിയില്ലെങ്കിൽ ഒന്ന് മൂടി തുറന്ന് 2 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിതൊരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ചരുവത്തിലേക്കോ മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്, ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.